ലോർഡ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോ തുടങ്ങിയതിന് ഒരു പ്രത്യേക ഉദ്ദേശമുള്ളത്, ഒന്ന്, നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഭാരം കർത്താവിൻ്റെ ഉള്ളത്തിൽ തന്നതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെടുന്ന അവസരത്തിൽ. രണ്ടാമത്തെ കാര്യങ്ങൾ, ഞാൻ രക്ഷിക്കപ്പെട്ട ആ അവസരത്തിൽ ദൈവാത്മാവ് എൻ്റെ നാവിൽ കൂടി ഞാൻ അറിയാതെ വന്ന ഒന്ന് രണ്ട് പ്രാർത്ഥനകളുണ്ട്. അതൊന്ന് ഇതാണ്: അനാഥരെയും വിധവമാരെയും വിശന്നു വലിയുന്നവരെയും ചേർത്ത് കൊള്ളാൻ ഉള്ള സമ്പത്ത് തരികത്, കൊടുപ്പാനുള്ള കൃപ തരിക, അത് കൊടുത്തവരുടെ സന്തോഷം കാണുവാനുള്ള ഭാഗ്യം എനിക്ക് തരികയും വേണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ഇന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ജോലിയൊന്നുമില്ല, എന്നാലും എൻ്റെ ഉള്ളതിൽ നിന്ന് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ചുരുക്കിയിട്ട് ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ ഇന്ന് എനിക്ക് ദൈവം കൃപ തരുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശവും ഇതാണ്: അനേകരെ ഇത് സഹായിക്കാൻ എനിക്ക് തന്നെ അതിന് സാധിക്കുകയില്ല, എന്നാൽ ആവതോളം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും മറ്റുള്ളവരെ സഹായിക്കാൻ തക്കവണ്ണം നിങ്ങളും ഒരു ഭാഗമാക്കി തീരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്താൽ ദൈവം നിങ്ങളെ മാനിക്കും. പിന്നെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ ദൈവവചനം സദൃശ്യവാക്യം 3:27 ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനും ചെയ്യുന്നത് എൻ്റെ പ്രാപ്തിക്ക് ഒത്തവണ്ണം ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ ഇതാക്കി തീർക്കുക, അനുഗ്രഹമാക്കി തീർക്കുക. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു എരിശ്ശേരിയാണ്. അപ്പോൾ അത് പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ, ഈ ഓണ സമയത്തൊക്കെ ഓണാഘോഷിക്കുന്നവർക്കൊക്കെ എരിശ്ശേരി അങ്ങനെയുള്ള കറികളൊക്കെ ഒത്തിരി ഇഷ്ടമാണല്ലോ. എല്ലാവരും പലതരത്തിലും ഉണ്ടാക്കുന്ന, പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ മത്തങ്ങയുടെ കൂടെ ചേന, ഈ ഓണസമയമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചേന നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം. പക്ഷേ ഇവിടെ ഇപ്പം ചേന കിട്ടുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ മത്തങ്ങയും ഏത്തക്കായൊക്കെ ഇട്ടുണ്ടാക്കണം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാൻ ഇച്ചിരി വെള്ളം അങ്ങ് വെച്ച് നേരത്തെ തന്നെ. അപ്പോൾ അതിലേക്ക് നമുക്ക് മത്തങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. മത്തങ്ങ ഇട്ടിട്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ്, മത്തങ്ങ ഇച്ചിരി വലിയ കഷ്ണമായിട്ടായിരുന്നു ഉടയ്ക്കാനുള്ളതാണ്. ആ ഉപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് രണ്ട് വിസിലൊക്കെ വന്നാൽ മതി. 1-2 വിസിൽ വന്നിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. ഒന്ന് അടച്ചു വയ്ക്കാം. മത്തങ്ങ വേവുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഇച്ചിരി ഏത്തക്കായും മറ്റൊരു ചെറിയ പാത്രത്തിലിട്ട് വേവിക്കാം. ഞാൻ ആ കുക്കറിലേക്ക് ഇടുകയെന്ന്. അപ്പോൾ മത്തങ്ങ ഒന്നിച്ചിട്ടാൽ മത്തങ്ങ ഉടയ്ക്കാനുള്ളത് കൊണ്ട് കൊള്ളുകയില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിനകത്തും ഇട്ടിട്ട് ഇതൊന്നങ്ങ് അടച്ച് വയ്ക്കാം. അപ്പോൾ ആ കൂടെ കുറച്ച് പയർ, ഇത് വൻപയറാണ്, ഇത് പയ്യൊന്ന് വേവിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ ഞാൻ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിക്കുകയാണ്. ഞങ്ങളെ വേണ സമയത്ത് നമുക്ക് അതിനുള്ള അരപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ അതിനകത്തേക്കൊരു ഒരു ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് ഒരു അരമുറി തേങ്ങയുണ്ട്, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, എത്ര ഇട്ട് കൊടുത്ത് നമുക്ക് ഇന്ന് അരച്ചെടുക്കാം. അധികം അരഞ്ഞു പോകണ്ട, ഒരു ചെറുതായിട്ടൊന്ന് നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കണ പോലെ ഒരുവിധം ഒന്ന് അരഞ്ഞാൽ മതി. അതിനകത്ത് 3-4 പച്ചമുളക് ഇടാം. ഞാൻ മുളകിടാൻ ആദ്യം മറന്നുപോയി. അപ്പം ഒന്ന് കറക്കിയപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഒരു എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന്, പിന്നെ എരിശ്ശേരിക്കൊന്നും ഒരുപാട് അങ്ങ് എരിവിടില്ല. ഇത് അധികം എരിവുള്ള മുളകല്ല. 3-4 മുളകും കൂടെ ഇട്ട് അരച്ചെടുക്കാം. ഇതേ രീതിയിൽ അരഞ്ഞാൽ മതി, ഒരുപാട് അരഞ്ഞു പോകണ്ട, ഇത്രയും അരഞ്ഞാൽ മതി. അപ്പം മത്തങ്ങ 2 വിസിൽ വന്നു. വിസിലൊക്കെ പോയി, എയർ പ്രഷർ പോയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇതിനൊന്നങ്ങ് ഉടച്ചെടുത്തിട്ട് ഇതുകൊണ്ട് ഉടച്ചെടുക്കാം.
അതോടൊപ്പം തന്നെ നമുക്ക് കായും വെന്ത് കാണും. അപ്പം ഇനി നമുക്കിതിനകത്തേക്ക് ഇതിപ്പോൾ ഞാനൊരു ചെറിയൊരു ഏത്തക്കായ ഇട്ടത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോ മത്തങ്ങയുണ്ട്. പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ ഏത്തക്കായുടെ ഇത്രയും കൂടെ ഞാൻ ഇട്ടില്ല, ഒത്തിരി ആയിപ്പോയെങ്കിലും ഓർത്ത്. ഇനിയിപ്പോൾ പാകത്തിന് ഇട്ടു. ഇനി അതിലേക്ക് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്ത് അല്പം വെള്ളം കൂടെ ഒഴിക്കാം. പാകത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ഇച്ചിരി കറിവേപ്പില കൂടെ ഇടാം. ഉപ്പ് പാകമാണോ നോക്കട്ടെ. ഉപ്പെല്ലാം പാകമാണ്. അപ്പം ഇനി ഒന്ന് തിളച്ച് വെട്ടാൻ നേരത്തിന് നമുക്ക് കടുക് വറുക്കാൻ നോക്കാം. കടുക് വറുത്തിടാം. ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല സ്വാദ് വരും. എണ്ണ ചൂടായതിലേക്ക് നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക്, ഇന്നത്തെ ജീരകം ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടി തുടങ്ങി. അതിലേക്ക് ഇച്ചിരി ഉണക്കമുളക്, പിന്നെ കുറച്ച് ചുവന്നുള്ളി, കറിവേപ്പില, കൂടെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരണ്ടിയത് അതും കൂടെ ഇട്ട് വറുത്തെടുക്കാം. കടുകിലെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം അതിന് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമ്മുടെ ഓണസദ്യ ഒരുക്കണതിൻ്റെ ഒരു എരിശ്ശേരി കറി റെഡി ആയിട്ടുണ്ട്. അപ്പം മത്തങ്ങ കൊണ്ട് മാത്രം എരിശ്ശേരി ഉണ്ടാക്കാത്തൊരു ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും കർത്താവിൻ്റെ വിസ്താരമറിയ ചെറുകനടിയിൽ നമ്മെ അവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി.